മഹാരാഷ്ട്രയിൽ സാധാരണക്കാരെ തടഞ്ഞു നിർത്തി കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുന്ന ഭീകരൻ പിടിയിൽ. കലിമ ചൊല്ലിയില്ലെങ്കിൽ കയ്യിലെ കഠാര കൊണ്ട് കുത്തും. ഐസിസ് ഭീകരബന്ധം സംശയിച്ച് ATS അന്വേഷിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ മീര റോഡിൽ ഐസിസ് ഭീകരവാദ ആശ്രയങ്ങളിൽ ആകൃഷ്ടനായ ഒരു യുവാവ് 2 സെക്യൂരിറ്റി ജീവനക്കാരെ ക്രൂരമായി കുത്തിപ്പരിക്കേൽപ്പിച്ചു. മുംബൈ സ്വദേശിയായ 31 വയസ്സുകാരൻ സൈബ് സുബൈർ അൻസാരിയാണ് പോലീസിന്റെ പിടിയിലായത്. ആക്രമണത്തിന് പിന്നിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ കേസ് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. ഞായറാഴ്ചയാണ് സംഭവം. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെ മീര റോഡ് ഈസ്റ്റിലെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് മുന്നിലായിരുന്നു സംഭവം നടക്കുന്നത്. ജോലിയിലുണ്ടായിരുന്ന രാജ്കുമാർ മിശ്ര, സുബ്രതോ സെൻ എന്നീ സെക്യൂരിറ്റി ജീവനക്കാരെ സമീപിച്ച അൻസാരി ഇവരോട് പേരും മതവും ചോദിച്ചു. തുടർന്ന് ഇസ്ലാമിക വിശ്വാസ പ്രമാണമായ കൽമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ചു. അറിയില്ല എന്ന് മറുപടി പറഞ്ഞതോടെ ഇയാൾ പ്രകോപിതനായി കഠാര പുറത്തെടുത്ത് ഇരുവരെയും തുരുതുര കുത്തുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. ആക്രമണത്തിൽ രാജ്കുമാർ മിശ്രയുടെ കുടലിന് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് പുറത്തുവരുന്ന സൂചന. പരിക്കേറ്റ സുബ്രതോസൻ സെക്യൂരിറ്റി ക്യാബിനിൽ ഒളിച്ചാണ് തന്റെ ജീവൻ രക്ഷിച്ചത്. ഇരുവരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവം നടന്ന 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നയാനഗറിലെ വാടക വീട്ടിൽ നിന്ന് പ്രതിയെ പോലീസ് പിടികൂടി. പ്രതിയുടെ മൊബൈൽ ഫോണും ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററിയും പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ഇയാൾ നിരന്തരമായി ഐസിസ് അനുകൂല വീഡിയോകളും ഭീകരവാദ പ്രൊപ്പഗണ്ടകളും കാണാറുണ്ടായിരുന്നു. 2019 വരെ അമേരിക്കയിൽ ഉപരിപഠനം നടത്തിയിരുന്ന അൻസാരി 3 മാസം മുൻപ് വരെ ഒരു കോച്ചിംഗ് സെന്ററിൽ കെമിസ്ട്രി മാത്തമാറ്റിക്സും പഠിപ്പിച്ചിരുന്ന അധ്യാപകനായിരുന്നു. രാജ്യത്തെ നടക്കുന്ന വിധത്തിൽ തീവ്രവാദി ആശയങ്ങൾ ഉൾക്കൊണ്ട് സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് ATS പരിശോധിക്കുന്നു. ലവ് ജിഹാദ്, മതമാറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ രാജ്യം ചർച്ച ചെയ്യുന്നതിനിടെ ഇത്തരമൊരു മതപരമായ ചോദ്യം ഉന്നയിച്ചുള്ള ആക്രമണം ഗൗരവകരമാണ്. അക്രമിയെ ഈ മാസം 5-നകം വീടൊഴിയാൻ ഉടമ ആവശ്യപ്പെട്ടിരുന്നതായും സൂചനയുണ്ട്. രാജ്യസുരക്ഷയ്ക്കും ഐക്യത്തിനും ഭീഷണിയാകുന്ന ഇത്തരം ശക്തികൾക്കെതിരെ കടുത്ത നടപടി വേണം എന്ന ആവശ്യം ഇപ്പോൾ ശക്തമാണ്. സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേസിൽ കൂടുതൽ ഭീകരവാദ ബന്ധങ്ങൾ പുറത്തുവരും എന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ.